ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ സീക്രട്ട് ടാസ്ക് കണ്ട് ചിരിച്ച് പണ്ടാരം അടങ്ങി ഷാനവാസിനെ കൊണ്ട് ബിഗ് ബോസ് പൊറുതി മുട്ടി ബിഗ് ബോസിന്റെ കൂപ്പാട് വന്നിട്ടുണ്ട്. ആക്ച്വലി എപ്പിസോഡിൽ കാണിച്ചതിന്റെ പുറകിൽ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്, എന്താണെന്ന് പറയാം. ഇതിനിടയിൽ ഈ ചിരി എല്ലാം കണ്ട് അവസാനം ഇരിക്കുമ്പോഴത്തേക്കാണ് അനീഷിന്റെ വക അടുത്ത ഇത് ഇനി മുതൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ഇനി ഇവൻ വഞ്ചകനാണ്, ഫ്രണ്ട്ഷിപ്പിന് അവൻ ഇത് ചെയ്തു മറ്റത് ചെയ്തെന്ന് പറഞ്ഞിട്ട് അനീഷിന്റെ വക ഇനി മേലെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല, കലാസ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അനീഷും ഷാനവാസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. എന്റെ അമ്മേ, ഇന്നത്തെ എപ്പിസോഡ് ചിരിച്ച് പണ്ടാരം അടങ്ങി. എനിവേസ് ഫുൾ ആയിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും വേണം. ഓക്കെ, സോ എന്താണ് സംഭവം? സിമ്പിൾ ആയിരുന്നു, വെറും സിമ്പിൾ. അതായത് ഷാനവാസിന് കൊടുക്കുന്ന ടാസ്ക് ഒരാളെ സെലക്ട് ചെയ്യണം, പ്രാങ്ക് ആണ്, ആരെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് മിഡ് വീക്ക് എലക്ഷനിലൂടെ ഒരാളെ പുറത്താക്കി വിടണം. സംഭവം ഇത്രേ ഉള്ളൂ. സംഭവം ആദിലെ സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഷാനവാസ് വെളിയിൽ പോകുന്നു. ഷാനവാസ് വെളിയിൽ പോയി എന്നിട്ട് ഷാനവാസ് അവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പോൺസർഷിപ്പ് ടാസ്കുകളൊക്കെ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും തുടങ്ങുന്നില്ല. ഓക്കെ, അങ്ങനെ ബിഗ് ബോസ് വീണ്ടും ഷാനവാസിനെ വിളിച്ച് കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചിട്ട് ഷാനവാസ് എന്താ പ്ലാൻ ചെയ്യാത്തത്? അപ്പോഴത്തേക്ക് ബിഗ് ബോസിനോട് നോക്കിയാണ്, അല്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്താലല്ലേ. എന്റെ അമ്മ, അനൗൺസ് ചെയ്ത പിന്നെ ഇവിടെ ടൈം കിട്ടുന്ന ആൾക്കാരെ 6 പേരെ ഒപ്പിച്ചു കഴിഞ്ഞാലല്ലേ ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും മെജോറിറ്റി വന്നു കഴിഞ്ഞാൽ ഒരാളെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ. ബിഗ് ബോസ് തലയെ കൈ വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വെളിയിൽ പോകുന്നു. വെളിയിൽ പോയതിനു ശേഷം ഇനിയാണ് അതിനേക്കാളും കോമഡി, നേരെ പോയി അക്ബറിനെയും നെവിനെയും നമ്മുടെ ആരിനെ സെറ്റ് ചെയ്ത് അവരുടെ പറയുന്നത് സീക്രട്ട് ടാസ്ക് ആണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ ആദിലെ പുറത്താക്കുന്നത് സീരിയസ് ആയിട്ടാണ് പുറത്താവുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിലും കൺഫ്യൂസ്ഡ് ആവും. അതെങ്ങനെ അവർക്ക് ഇപ്പൊ ഷാനവാസ് അക്ബറിനാണെങ്കിൽ അതിലായിട്ടുള്ള പ്രശ്നം പരിഹരിച്ചു, ആര്യനാണെങ്കിൽ അതിലായിട്ട് ഒരു പ്രശ്നമില്ല, നെവിനാണെങ്കിൽ അതിലായിട്ട് ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഇവരൊക്കെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കും? അയ്യോ, അവിടെ ഇരുത്തി കൺവിൻസ് ചെയ്യാൻ പറ്റ സമയം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പോരെ, ഇതൊരു പ്രാങ്ക് ടാസ്ക് ആണ്, നമ്മൾക്ക് എല്ലാവർക്കും കൂടെ 6 പേരും കൂടെ ചേർത്ത് നമുക്ക് അതിലേ സെലക്ട് ചെയ്യണം, കഴിഞ്ഞു. എന്റെ അമ്മേ, എന്റെ ഷാനവാസെ എന്തൊക്കെ കാണിച്ചു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഷാനവാസ് അറിയാണ്ടാണ് ചെയ്തെങ്കിലും ഫുള്ള് കോമഡിയായി, നമുക്ക് ചിരിക്കാനും കിട്ടി, നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു, കുറെ കണ്ടന്റ് കിട്ടുകയും ചെയ്തു. അതിനുശേഷം സെയിം പാറ്റേൺ പോയി ലക്ഷ്മീനെ എടുക്കുകയും സാബുമാനെ എടുക്കുകയും പറയുന്നു. ഇവരും രണ്ടുപേർക്കും കൺഫ്യൂഷൻ ആണ്. എന്തുവാണ്? പ്രാങ്ക് ആണ്, ടാസ്ക് സീക്രട്ട് ആണ്, പക്ഷെ ആതിരെ പുറത്താക്കണം. ആതിരെ പുറത്താക്കുന്നത് അത് സീരിയസ് ആണ്. എന്റെ അമ്മ, മറ്റില്ല നമ്മുടെ ലാലേട്ടന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ജഗദീഷിന്റെ അടുത്ത് കൊച്ചിൻ ഖലീഫ പോയിട്ട് ഇപ്പൊ മറ്റേ ഇതെവിടെ ഇരിക്കുന്നു, അത് കുപ്പിയിലുണ്ട്. അതേമാതിരി ആയിരുന്നു, ചിരിച്ച് ചത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയ ആർക്കാണെന്ന് അറിയുമോ? അനീഷാണ് പണി കിട്ടിയത്. കാരണം അനീഷിനോട് പറഞ്ഞിട്ടില്ലല്ലോ. അനീഷ് നേരെ വന്ന് നമ്മുടെ ആരിനെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ആരിന് പൈസയുടെ ഹൂങ്കാണ്. സോ ആരും പൈസയുടെ ഹൂങ്ക് കാരണമാണ് അവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞ് ആരിനെ പുറത്താക്കണമെന്നും പറഞ്ഞ് നിന്ന് അതിൽ അനീഷ് പെട്ടു ഈ സംഭവം. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് പോയിട്ട് ഇനി ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് പറയുന്നത് ഷാനവാസ് ഫേക്ക് ആണ്, ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ, സുഹൃത്തുക്കളെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ അന്നടിച്ച ഡയലോഗ് ഉണ്ടല്ലോ, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് അടിച്ച ഡയലോഗ് സെയിം തന്നെ. ഫ്രണ്ട്ഷിപ്പിനെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ചൂസ് ചെയ്യാവണമായിരുന്നു, എന്റെ മിസ്റ്റേക്ക് ആണ്. എന്താ സംഭവം? ഇത് ഷാനവാസ് അനീഷിനോട് പറഞ്ഞില്ല, ഇതാണ് വിഷയം. അയ്യോ, സൗന്ദര്യം പടക്കമെന്നൊക്കെ പറയത്തില്ലേ. അത് കഴിഞ്ഞിട്ട് ഷാനവാസിന്റെ ബാത്റൂമിൽ പോയിട്ട് ഷാനവാസ് പിടിച്ച് നിർത്തുമ്പോഴത്തേക്ക് വീണ്ടും അതേ രംഗം, എന്നോട് വിട്ടണ്ട, ഞാനിനി നീട്ട് ഒരു ബന്ധമില്ല, ഫ്രണ്ട്ഷിപ്പ് ഇതോടുകൂടി കലാസ്. അയ്യോ, ചിരിച്ച് സത്യം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എപ്പിസോഡ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണം. എപ്പിസോഡിനേക്കാളും ലൈവ് ആയിരുന്നു കുറച്ചുകൂടി കൂടെ ഇൻട്രസ്റ്റിങ്. എനിവേസ്, എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ബൈ.